മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പളം നിവാസികളുടെ ചിരകാല സ്വപ്നമായ പെരുമ്പളം പാലം ദ്വീപിനെ കരയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ്. ഈ പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ദ്വീപ് നിവാസികൾക്കാകെ വലിയ പ്രതീക്ഷകളാണ്. അവർ ഒറ്റപ്പെട്ട ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്നവർ. ഇപ്പോൾ സർക്കാർ അവർക്കൊരു സമ്മാനം നൽകും. നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അരുകുറ്റി പഞ്ചായത്തിലെ വടുതല പ്രദേശത്തെയും പെരുമ്പളം പഞ്ചായത്തിലെ പെരുമ്പളം ദ്വീപിനെയും ബന്ധിപ്പിച്ച് പൂർത്തീകരിച്ച പെരുമ്പളം പാണാവള്ളി പാലമാണിത്. ഇവിടെ ഇതിൻ്റെ ചരിത്രം പറയുകയുണ്ടായി. 2016 ഇത്തരമൊരു പാലം നിർമ്മിക്കുന്നതിന് LDF സർക്കാർ നടപടി സ്വീകരിക്കുന്നത്. ഇവിടെ 2018 പാലം നിർമ്മിക്കുന്നതിനായി കിഫ്ബി മുഖേന 100 കോടി രൂപ അനുവദിച്ചു. 35 മീറ്റർ നീളമുള്ള 27 സ്പാനുകളാണ് ഈ പാലത്തിനുള്ളത്. ഇവിടെ സുഗമമായി ജലഗതാഗതം നടക്കണം. ആ ജലഗതാഗതത്തിന് തടസ്സം വരാതെ 55 മീറ്റർ നീളമുള്ള 3 ബൗ സ്ട്രിങ് ആർച്ച് സ്പാനുകളും എല്ലാം കൂടി ചേർത്താൽ 1.5 കിലോമീറ്ററോളം നീളത്തിലാണ് ഈ പാലം ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പാലത്തിൻ്റെ കാര്യത്തിൽ ഇവിടെയുള്ള പ്രദേശവാസികൾ മാത്രമല്ല, ഇത് ഇപ്പോൾ തന്നെ വലിയ തോതിൽ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുന്ന നിലയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ ടൂറിസം സാധ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനും അതിൽ വലിയ മുന്നേറ്റം നടത്തുന്നതിനും ഈ പാലം സഹായകമാകും. അപ്പോൾ ഇത് നാട്ടുകാരുടെ ചിരകാല അഭിലാഷത്തിൻ്റെ സാഫല്യത്തിൻ്റെ നിമിഷമാണ്. ഇവിടെ സാധാരണ ചിലരെല്ലാം പറയാൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്. ഇതിലൊക്കെ എന്താ കാര്യമുള്ളത്, ഇതൊക്കെ ഏത് സർക്കാരായാലും ചെയ്യാൻ ബാധ്യപ്പെട്ടതല്ലേ. ഇതിൽ പ്രത്യേകമായി എന്താണ് ഉള്ളത്? ഏത് സർക്കാരായാലും ചെയ്യുമോ? അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. 2016 മുൻപുള്ള കേരളത്തിൽ നമുക്ക് വലിയ തോതിലുള്ള തിക്താനുഭവങ്ങളുണ്ട്. ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട വികസന പദ്ധതികളെല്ലാം സ്തംഭിച്ചു പോയൊരു കാലം. നാടിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇവിടെ ഒരു പദ്ധതിയും വരില്ല എന്നെല്ലാം ആളുകൾ ശപിച്ചു കഴിഞ്ഞിരുന്നൊരു കാലം.
അതിൻ്റെ തുടർച്ചയായാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ ശാപ അന്തരീക്ഷമേ മാറിപ്പോയി. കടുത്ത നിരാശയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ പൊതുവെ നല്ല പ്രത്യാശയിലായി. എങ്ങനെയാണത് വന്നത്? വെറും വാചകങ്ങൾ കൊണ്ടല്ല. നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ, അതും വൻകിട പദ്ധതികൾ ഓരോന്നോരോന്നായി നടപ്പാകുന്ന നില വന്നു. ഇപ്പോൾ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. 2016 നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേ ഏതെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് ആരും കണക്കാക്കിയിട്ടില്ല. നാഷണൽ ഹൈവേക്കാർ പോലും കണക്കാക്കിയിട്ടില്ല. അവർ പോലും നാട് വിട്ടുപോയതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, നാഷണൽ ഹൈവേ അതിവേഗതയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി ഈ നാഷണൽ ഹൈവേയുടെ പൂർത്തിയായ ഭാഗങ്ങൾ നാടിന് സമർപ്പിക്കുമെന്നാണ് കേന്ദ്ര മന്ത്രി ഗഡ്കരി അറിയിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യമായത്? ആ അന്തരീക്ഷം മാറിയതുകൊണ്ട്. വികസന പദ്ധതികൾ നാടിനാവശ്യമാണ്, ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാത്തതാണ്. ആ ഒരു പ്രതിബദ്ധത നാടിനോടും ജനങ്ങളോടും ഉണ്ടാവുക എന്താണ് ഏറ്റവും പ്രധാനം. അത് ഇപ്പോൾ 10 വർഷമായി കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDFന് വേണ്ടതിലധികമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ പദ്ധതിയും പ്രാവർത്തികമായത്. നമ്മുടെ കേരളത്തിൽ ഇതുമാത്രമല്ല, നാഷണൽ ഹൈവേ മാത്രമല്ല, വളരെ കാലമായി മുടങ്ങിക്കിടന്ന ഒരു പദ്ധതിയായിരുന്നു ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ. അവരും നാടുവിട്ടതായിരുന്നു. കുറേ കാലം മുൻപ് തന്നെ 2016 ശേഷം ആ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ തുടങ്ങി. ഇപ്പോൾ എത്രയോ വർഷമായി ഗ്യാസ് ആ പൈപ്പിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പദ്ധതിയായിരുന്നു പവർ ഹൈവേ, എടമൺ കൊച്ചി പവർ ഹൈവേ. നാട്ടിലേക്കുള്ള വൈദ്യുതി കൊണ്ടുവരാനുള്ള ലൈനാണ്. ഉപേക്ഷിച്ച് പവർ ഗ്രിഡ് കോർപ്പറേഷൻ സ്ഥലം വിട്ടു. 2016 LDF സർക്കാർ വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു, പണി ആരംഭിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇതൊക്കെ നേരത്തെയുള്ള എതിർപ്പുകാർ നാട് വിട്ടതുകൊണ്ടല്ല, അവർ കേരളത്തിൽ തന്നെയുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മുടെ പദ്ധതികൾ നടപ്പാക്കലാണ്.
പദ്ധതികളെ എതിർക്കുന്നവരുണ്ടാവും. ആ എതിർക്കുന്നവരുടെ കൂടെ നിൽക്കാനല്ല ഗവൺമെൻറ്. ഒരു പദ്ധതി നടപ്പാക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത LDF സർക്കാരിന് നിറവേറ്റാനായി. എതിർപ്പുകാരപ്പോഴും ഉണ്ടായി. അവരോട് കാര്യങ്ങൾ വ്യക്തമാക്കി. ചിലർ എതിർപ്പ് ഉപേക്ഷിച്ചു, സഹകരിച്ചു. എതിർപ്പോടുകൂടി നിന്നവർ പദ്ധതിയെ മുടക്കാൻ കഴിവില്ലാത്തവരുമായി. കാരണം അതിൻ്റെ മുന്നിൽ വഴങ്ങില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമായത്. ഇവിടെ ഇത്തരം പദ്ധതികൾ മാത്രമല്ല, എത്രയോ പദ്ധതികൾ നമ്മുടേതായി നാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗം തീരദേശ ഹൈവേ, വേറൊരു ഭാഗം മലയോര ഹൈവേ. രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവിടുന്നത്. ആ 2 പദ്ധതികളും നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കോവളത്ത് നിന്ന് ബേക്കലിലേക്ക് എത്തുന്ന ജലപാത വൻപിച്ച മാറ്റം കേരളത്തിലെ ടൂറിസം രംഗത്തുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം 600 കിലോമീറ്ററോളം, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അത്രത്തോളം ഉണ്ടാവില്ല, ചേറ്റുവ വരെയായിരിക്കും. എങ്കിലും അത്തരമൊരു ബോട്ട് യാത്ര നടത്താൻ ടൂറിസ്റ്റുകൾക്ക് അവസരമുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ടൂറിസ്റ്റുകൾക്കാകെ ഒരു ഹരമായി മാറും. ഇവിടെ LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ആ സർക്കാരിനെ ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചതുകൊണ്ടുമാണ് ഈ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് ഈ പാലത്തിൻ്റെയും അവസ്ഥ എന്ന് നമ്മൾ കാണും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ റോഡുകൾ, പാലങ്ങൾ, ഓവർബ്രിഡ്ജുകൾ, ഫ്ലൈ ഓവറുകൾ എല്ലാം വൻതോതിലല്ലേ വന്നത്. കേരളത്തിലെ പാലങ്ങൾ 150-ലധികമായി എന്താണ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന കണക്ക്. 100 പാലാണ് നേരത്തെ കണക്കാക്കിയതെങ്കിൽ വളരെ നേരത്തെ തന്നെ 3 വർഷമാകുമ്പോൾ തന്നെ ആ 100 പാലങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. ഇതൊക്കെ നാടിനോട് പ്രതിബദ്ധതയുള്ള മുന്നണി നാട് ഭരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഉണ്ടായൊരു കാര്യമാണ്. എല്ലാവരും ഒരുപോലെയായിരുന്നുവെങ്കിൽ 2011-16 കാലത്ത് നമ്മുടെ നാട് വല്ലാതെ പുറകോട്ട് പോകില്ലായിരുന്നു. നമ്മുടെ നാടിന് ഒരു രംഗത്തും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ ആ കാലത്ത് വന്നത് എല്ലാവരും ഒരുപോലെ അല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നാടിൻ്റെ വികസനത്തിൽ താല്പര്യം വേണം, ജനങ്ങളോട് പ്രതിബദ്ധത വേണം. നമ്മുടെ നാട് ഇന്നെല്ലാ മേഖലയിലും നല്ലതുപോലെ അഭിവൃദ്ധിപ്പെട്ടു നിൽക്കുകയാണ്. ഈ പശ്ചാത്തല സൗകര്യ വികസനം എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്? ഇവിടെ പറഞ്ഞു, കിഫ്ബിയാണ് ആദ്യം 100 കോടി രൂപ അനുവദിച്ചത് എന്ന്. ആ കിഫ്ബി 2016 LDF സർക്കാർ പുനർജീവിപ്പിച്ച ഒരു സംവിധാനമായിരുന്നു. എന്താ കാരണം? ആവശ്യങ്ങൾ പലതാണ്. ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല. ആ പണം ഖജനാവിൽ കുറവാണ്. ഒരു സമാന്തര ധനസ്രോതസ് വേണം. ആ സമാന്തര ധനസ്രോതസ്സാണ് കിഫ്ബിയിലൂടെ നാം കണ്ടെത്തിയത്.
അപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി കിഫ്ബി പണം ചെലവഴിക്കുന്നു. അത് നാടിൻ്റെ വികസനത്തിന് സഹായിക്കുന്നു. അന്ന് 50,000 കോടി രൂപയാണ് നാം ഈ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതിക്കായി കിഫ്ബിയിലൂടെ ചെലവിടുമെന്ന് കണ്ടത്. എന്നാൽ അതിനെയും എതിർക്കാൻ ആളുകളുണ്ടായി, വലിയ തോതിൽ ആക്ഷേപിക്കാൻ ആളുകളുണ്ടായി, വൻപിച്ച തോതിൽ പുച്ഛിക്കാൻ ആളുകളുണ്ടായി. എവിടുന്ന് കിട്ടാനാണ് പണം? ഇതൊക്കെ ആളുകളെ പറ്റിക്കാനല്ലേ, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ലേ എന്നൊക്കെ പറഞ്ഞ ആ ആളുകളുടെ എല്ലാം കൺമുന്നിൽ തന്നെ കിഫ്ബിയുടെ സഹായത്തോടെ പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയാണ്. 2021 5 വർഷം പൂർത്തിയായി. ആ 5 വർഷം പൂർത്തിയായപ്പോൾ നാം കണ്ടത് 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ്. ഇപ്പോൾ 2026 പിന്നെയും 5 വർഷം പിന്നിടുന്നു. ഇപ്പോഴെത്രയാ? 1,10,000 കോടി രൂപയുടെ പദ്ധതികളിലേക്ക് എത്തിയിരിക്കുന്നു. എവിടെ നോക്കിയാലും അതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ കാണാം. സ്കൂളുകളായി, ആശുപത്രികളായി, റോഡുകളായി, പാലങ്ങളായി, ഓവർബ്രിഡ്ജുകളായി, ഫ്ലൈ ഓവറുകളായി, വിവിധ രീതിയിലുള്ള പദ്ധതികളായി ഇതെല്ലാം നാടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ സാധാരണഗതിയിലാണെങ്കിൽ ഒരു 50 വർഷത്തിന് ശേഷം പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ 50 or 100 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന 10 വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് കാരണം നാടിനോടുള്ള പ്രതിബദ്ധത LDFന് വേണ്ടത്ര ഉണ്ട് എന്നത് തന്നെയാണ്. ഏത് രംഗമെടുത്താലും അഭിവൃദ്ധിപ്പെട്ടതായി കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ നാടിൻ്റെ ഓരോ രംഗവും ഇപ്പോൾ വിശദമായി പരിശോധിക്കാൻ ഞാൻ പുറപ്പെടുന്നില്ല. ഏത് രംഗമെടുത്താലും കാണാൻ നമുക്ക് സാധിക്കും. വിദ്യാഭ്യാസ രംഗം, അത് പൊതുവിദ്യാഭ്യാസ മേഖലയായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയായാലും വലിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആരോഗ്യരംഗം രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതെല്ലാം അതോടൊപ്പം തന്നെ നമ്മുടെ ഫിഷറീസ് രംഗം വലിയ തോതിൽ മാറ്റം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. വലിയ പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കാർഷിക രംഗം നേരത്തെ വളർച്ച പിന്നോട്ടായിരുന്നു. ഇപ്പോൾ അതിശയകരമായ അഭിവൃദ്ധി നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സാമൂഹ്യ രംഗം, അവിടെ ആശ്വാസ നടപടികൾ സ്വീകരിക്കൽ ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയായി കേരളം നിൽക്കുന്നു. പ്രഖ്യാപനത്തിലല്ല, ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കുന്നതിലാണ് LDF സർക്കാർ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 600 രൂപയുണ്ടായിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 2021 ആയപ്പോൾ 1,600ലേക്കും 2026 ആകുമ്പോൾ 2,000ലേക്കും എത്തി നിൽക്കുന്നു. ഇതിനെയെല്ലാം പുച്ഛിക്കുന്ന ആളുകൾ നാട്ടിലുണ്ട്. പക്ഷേ LDFന് അത്തരത്തിലുള്ള പുച്ഛമനോഭാവമല്ല. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ മക്കൾക്ക് അവർക്ക് അവകാശപ്പെട്ടൊരു കാര്യം നൽകുന്നു എന്ന് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗജന്യമായല്ല ഇതിനെ കാണുന്നത്. എല്ലാ പ്രദേശങ്ങളും ഒരേപോലെ മെച്ചപ്പെട്ടു വരുന്നു. ഈ 10 വർഷം കൊണ്ട് നാം നേടിയിട്ടുള്ള നേട്ടങ്ങൾ പരിശോധിച്ചാൽ വികസനത്തിൻ്റെ സ്പർശമേൽക്കാത്ത ഒരു പ്രദേശവും ഉണ്ടാകില്ല. സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഒരു പാലം വേണം എന്ന് ചിന്തിക്കുമ്പോൾ
ഇങ്ങനൊരു പാലം യാഥാർത്ഥ്യമാകുമെന്ന് 2016 മുൻപ് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 2016 LDF സർക്കാർ വന്നുകൊണ്ടല്ലേ ഈ തരത്തിലൊരു പാലം യാഥാർത്ഥ്യമാകുന്നത്. അതാണ് സർക്കാരിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ആദിവാസി കോളനിയുമായി ബന്ധപ്പെടുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതൊക്കെ വലിയ തോതിൽ സ്വാഗതം ചെയ്യപ്പെട്ട കാര്യമാണ്. LDF സർക്കാരല്ലെങ്കിൽ ആര് തിരിഞ്ഞു നോക്കുന്നു? LDF സർക്കാരല്ലെങ്കിൽ പെരുമ്പളത്തുകാരെ ആര് തിരിഞ്ഞു നോക്കുന്നു? ഇങ്ങനൊരു പാലം എവിടെ ഉണ്ടാകാൻ പോകുന്നു? അപ്പോൾ നാം ശരിയായ പാതയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു ഭാഗത്ത് നാടിൻ്റെ വികസനം, മറ്റൊരു ഭാഗത്ത് ജനങ്ങളുടെ ക്ഷേമം, ഇതെല്ലാം അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് പോകാനാണ് നാം ഉദ്ദേശിക്കുന്നത്. നാം ലക്ഷ്യമിടുന്നത് ഒരു നവകേരളമാണ്. ആ നവകേരളം ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാടും നാട്ടുകാരും ഈ യാത്രയിൽ എല്ലാ സഹായവും സഹകരണവും പിന്തുണയും നൽകിയിട്ടുണ്ട്. നവകേരള സൃഷ്ടിക്കായി ഇനിയും അതുണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പാലം നാടിന് സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ഫലകം അനാച്ഛാദനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളെ മറ്റുള്ള എല്ലാ വിശിഷ്ടാതിഥികളെയും കൂടെ സ്വാഗതം ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.